അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 6ാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാദിസ്, 6ാമത്തെ പാഠം, മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾ പറയും, റബ്ബേ, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രക്തസാക്ഷിയായി. അപ്പോൾ അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. മൂന്നാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്തു ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചിലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ 3 വ്യക്തികളുടെയും ഇബാദത്തിന് എന്താണ് സംഭവിച്ചത്? അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ലിസ് വദ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ ഖിലാ. അതിന്റെ അർത്ഥം നോക്കൂ, നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നന്നായി മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതിന്റെ അർത്ഥം ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ, നെക്റഉ വനഫ്ഹം. വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. നോക്കൂ, അമൽ കർമ്മം, തഖർറുബ സാമീപ്യം, ഔമാൽ കർമ്മങ്ങൾ, ഇലാഹ് ആരാധ്യൻ, ത്വാ ആരാധന, നിയ്യത്ത് കരുതൽ, ഇഖ്ലാസ് ആത്മാർത്ഥത, ആലിം പണ്ഡിതൻ, ഷഹീദ് രക്തസാക്ഷി, ഖറഅ പാരായണം ചെയ്തു, തഅല്ലമ പഠിച്ചു, ശുജാ ധീരൻ, ഖാതല യുദ്ധം ചെയ്തു, അല്ലമ പഠിപ്പിച്ചു, നാർ നരകം, ഗനിയുൻ പണക്കാരൻ. അപ്പൊ ഈ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നിങ്ങൾ വായിച്ച് നന്നായി മനസ്സിലാക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം, നുബയ്യിനു സിയാഖ്. സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. നോക്കൂ, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാനാണ് നീ ധനം ചെലവഴിച്ചത്. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തു ചെയ്തു എന്ന്. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് മൂന്നാമതായി വിചാരണ ചെയ്യപ്പെടുക. നിനക്ക് നൽകിയ ധനം നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു എന്ന് അയാൾ മറുപടി പറയുമ്പോൾ
അയാളോട് അല്ലാഹു തആല പറയുന്നതാണിത്. അപ്പൊ ഇതാണ് നിങ്ങൾ അവിടെ സന്ദർഭമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുതർജിമു ഇലൽ അറബിയ. ഒരു ഭാഗത്ത് നമുക്ക് അറബിയിലേക്ക് തർജിമ ചെയ്യണം. അടുത്തത് നോക്കൂ, നുതർജിമു ഇല ലുഗത്തിന. മറുഭാഗത്ത് നമ്മൾ മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യണം. കർമ്മം, അതിന്റെ അറബി അമൽ. ഉദ്ദേശം, അതിന്റെ അറബി നിയ്യത്ത്. രക്തസാക്ഷി, അതിന്റെ അറബി ഷഹീദ്. ഇനി പുറത്ത് നോക്കൂ, നുതർജിമു ഇല ലുഗത്തിന. മാതൃഭാഷയിലേക്ക് നമ്മൾ എഴുതണം. ഷുജാ, അതിന്റെ അർത്ഥം ധീരൻ. തഖറബ, അതിന്റെ അർത്ഥം സാമീപ്യം. ത്വാ, ആരാധന. ഇനി പുറത്ത് നോക്കൂ, പണ്ഡിതൻ, അതിന്റെ അറബി എന്താണ്? ആലിം. പണക്കാരൻ, അതിന്റെ അറബി ഗനിയുൻ. ഇനി അപ്പുറത്ത് നോക്കൂ, തഅല്ലമ, അതിനെ നമ്മൾ മാതൃഭാഷയിലേക്ക് എങ്ങനെയാണ് തർജിമ ചെയ്യുക? പഠിച്ചു. ഖറ, പാരായണം ചെയ്തു. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഞാൻ നിനക്ക് വേണ്ടി ഡേഷ് രക്തസാക്ഷി പറയും. അവിടെ നമ്മൾ എന്താണ് പൂരിപ്പിക്കുക? യുദ്ധം ചെയ്തെന്ന്. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തെന്ന് രക്തസാക്ഷി പറയും. ഇനി 2 നോക്കൂ, അള്ളാഹുവിന്റെ ഡേഷ് മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. അവിടെ പൂരിപ്പിക്കേണ്ടത് പ്രീതി. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. 3. ഇഖ്ലാസ് ഇല്ലാതെ ഡേഷ് സമ്പൂർണമാവുകയില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇബാദത്തുകൾ. ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്തുകൾ സമ്പൂർണമാവുകയില്ല. 4. ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് ഡേഷ് പരിഗണിച്ചാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നിയ്യത്ത്. ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നൊയ്ദു ഫിക്ര, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. അന്ത്യനാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന 3 പേരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഖണ്ഡിക തയ്യാറാക്കണം. ആ പ്രവർത്തനം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുവെന്ന്. ആദ്യം വിചാരണയ്ക്ക് വിധേയനാവുന്നവൻ പറയും, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി എന്ന്. അപ്പോൾ അല്ലാഹു തആല പറയും, അവൻ പറഞ്ഞത് കളവാണെന്നും ആളുകൾ അവനെ ധീരനെന്ന് പറയാൻ വേണ്ടിയാണ് അവൻ യുദ്ധം ചെയ്തതെന്നും പറഞ്ഞ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവാൻ കൽപ്പിക്കും. 2ാമതായി അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി വിചാരണ ചെയ്യപ്പെടും. അവൻ പറയും, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തെന്ന്. അപ്പോൾ അല്ലാഹു തആല അവൻ പറഞ്ഞത് കളവാണ്, പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ആളുകൾ പറയാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കും. തുടർന്ന് 3ാമത് അല്ലാഹു തആല ധനം നൽകി അനുഗ്രഹിച്ച വ്യക്തി വിചാരണ ചെയ്യപ്പെടും. അവൻ പറയും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുമാണ് ചെലവഴിച്ചെന്ന്. അപ്പോൾ അള്ളാഹു അവൻ പറഞ്ഞത് കളവാണെന്നും ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് അവൻ ചെലവഴിച്ചതെന്ന് പറഞ്ഞ് അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പൊ ഇതാണ് നിങ്ങൾ അവിടെ പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1ാമത്തത് അഖ്ലിസ് വദ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകില എന്ന വാക്യം വികസിപ്പിച്ചെഴുതുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, നീ നിഷ്കളങ്കനാവുക. അത് എന്തെന്നാൽ നിന്റെ ആരാധനകൾ കൊണ്ട് നിന്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇനി നമുക്കതൊന്ന് വികസിപ്പിച്ചെഴുതാം. നോക്കൂ, എല്ലാം അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി മാത്രമാവുന്ന ഹൃദയത്തിന്റെ കളങ്കരഹിതമായ പരിശുദ്ധിയാണത്. കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടിയാവണം. ജനപ്രീതി നേടാനോ ഭൗതിക സുഖങ്ങൾ സമ്പാദിക്കാനോ സൽപ്പേര് ലഭിക്കാനോ ആകരുത്. പുകഴ്ത്തപ്പെടാനും ആദരിക്കപ്പെടാനും മരണശേഷം സ്മരിക്കപ്പെടാനും വേണ്ടി നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും പാഴ്വേലയാണ്. പരലോകത്ത് പ്രതിഫലം ലഭിക്കില്ല. പ്രശംസകളും ആക്ഷേപങ്ങളും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി മാത്രം നമ്മുടെ ലക്ഷ്യമാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇബാദത്തിന്റെ മധുരവും ഇലാഹി സ്മരണയുടെ അതുല്യമായ പരമാനന്ദവും
അപ്പോഴാണ് അനുഭവിക്കാനാവുക. തഹസീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഹിദായത്തുൽ അദ്കിയാ എന്ന കൃതിയുടെ രചയിതാവ് സൈനുദ്ദീനിൽ മഹദൂമുൽ കബീർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. സൈനുദ്ദീനിൽ മഹദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു ഒരു ഹെഡിങ് കൊടുക്കുക. കേരളത്തിലെ ആത്മീയവും ഭൗതികവുമായ മുന്നേറ്റത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച മഹാനാണ് ഷെയ്ഖ് സൈനുദ്ദീനിൽ മഹദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. മതവൈജ്ഞാനിക പോരാട്ടങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സേവനം കാരണം സമൂഹം അദ്ദേഹത്തിന് അൽ മഹദൂം, അതായത് സേവിക്കപ്പെടുന്നവർ എന്ന സ്ഥാനപ്പേര് സമ്മാനിച്ചു. തുടർന്നങ്ങോട്ട് ആ പരമ്പരയിലുള്ളവർ അൽ മഹദൂം എന്ന് വിളിക്കപ്പെട്ടു. മക്ക, മദീന, ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി വിവിധ വിജ്ഞാനം നേടുകയും അക്കാലത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് വിവിധ വിജ്ഞാനങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തു. പിന്നീട് പൊന്നാനിയിൽ തിരിച്ചെത്തുകയും പൊന്നാനിയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടെ പ്രസിദ്ധമായ വലിയ ജുമുഅത്ത് പള്ളി നിർമ്മിക്കുകയും ചെയ്തു. വിശാലമായ ആ പള്ളി ഇന്നും യാതൊരു പോറലുമേൽക്കാതെ പ്രൗഢമായി നിലനിൽക്കുന്നു. വളരെ ചെറുപ്പകാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കി അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക. 15-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് പോർച്ചുഗീസുകാർ കാപ്പാട് കപ്പലിറങ്ങുന്നത്. പതിയെ അവർ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയെ സഹായിക്കാൻ മുസ്ലിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. ഷെയ്ഖ് സൈനുദ്ദീനിൽ മഹദൂം റളിയല്ലാഹു അൻഹു അതിന് നേതൃപരമായ പങ്ക് വഹിച്ചു. ആത്മീയോപദേശവും തൂലികയും വഴി പണ്ഡിത ദൗത്യത്തിലൂടെ പ്രതിരോധ പർവം തീർത്ത പൊന്നാനിയിലെ ദർസി പാരമ്പര്യം രാജ്യത്തെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ തങ്കലിപി ചേർത്ത ചരിത്രം കൂടിയാണ്. വിജ്ഞാന രംഗത്ത് നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.